الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. കഴിഞ്ഞ ഖുതുബകളിൽ നാം സംസാരിച്ചു വന്നത് നരകത്തിൽ കഠിനമായ ശിക്ഷ ലഭിക്കുന്ന ചില ആളുകളെ സംബന്ധിച്ചാണ്. അതിൽ ഒടുവിൽ പറഞ്ഞ വിഭാഗം സാമ്പത്തിക ഇടപാടുകളിൽ കൃത്രിമത്വം കാണിക്കുന്ന ആളുകൾ, ഏറ്റക്കുറച്ചിലുകൾ കാണിക്കുന്ന ആളുകൾ, കച്ചവടം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള ഇടപാടുകളിൽ ആളുകളെ വഞ്ചിക്കുന്ന, ചതിക്കുന്ന രീതിയിലുള്ളതായ പ്രവണതകൾ, ഇതിനെ സംബന്ധിച്ചാണ് സംസാരിച്ചു വന്നത്. ഇതിൽ നിഷിദ്ധമായ സാമ്പത്തിക ഇടപാടുകളുടെ ചില അടിസ്ഥാന നിയമങ്ങളാണ് നാം സംസാരിച്ചു തുടങ്ങിയത്. ഒരു ഇടപാട് നിഷിദ്ധമാണ് എന്നറിയാൻ ഉലമാക്കൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പഠിപ്പിക്കുന്ന ചില നിയമങ്ങളുണ്ട്. അതിലൊരു നിയമം കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സംസാരിച്ചു. ഏതൊരു ഇടപാടാണോ അതിൽ ചെറുതോ വലുതോ ആയ, നിലവിലോ അതല്ലെങ്കിൽ പിന്നീടോ പലിശ ഉണ്ടാകുന്നതായ ഒരു ഇടപാട്, അത് നിഷിദ്ധമായതാണ്, പാടില്ലാത്തതാണ് എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട നിയമം, ഏതൊരു ഇടപാടാണോ ആ ഇടപാടിൽ ഒരു ഹറാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപായം പ്രയോഗിക്കുന്നുണ്ട്, എന്നാൽ ആ ഇടപാട് നിഷിദ്ധമാക്കപ്പെട്ട ഇടപാടാണ്. ഒരാൾ ഒരു ഇടപാട് ചെയ്യുന്നു, പ്രത്യക്ഷത്തിൽ നോക്കിയാൽ അത് ഇസ്ലാം നിരോധിച്ചിരിക്കുന്ന ഒരു കച്ചവടമായി തോന്നുകയില്ല, ഇടപാടായി തോന്നുകയില്ല. പക്ഷേ അവൻ അതിലൂടെ ഉപായം പ്രയോഗിച്ചുകൊണ്ട് ഒരു ഹറാം ചെയ്യാനുള്ളതായ രീതിയാണ്. അങ്ങനെയാണ് എങ്കിൽ അങ്ങനെയുള്ളതായ ഇടപാടുകൾ, ഉപായങ്ങൾ പ്രയോഗിക്കുന്ന കച്ചവടം അത് നിഷിദ്ധമാക്കപ്പെട്ടതാണ് എന്നുള്ളതാണ്. ഇതിനെന്താണ് തെളിവ്? ഇത് ജൂതന്മാരുടെ സ്വഭാവമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. ജൂതന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലഅനത്ത് ചെയ്തു, അവരോട് അല്ലാഹു കോപിച്ചു. അതിന് വ്യത്യസ്ത കാരണങ്ങളിൽ ഒരു കാരണം ഇതാണ്. ശനിയാഴ്ച ദിവസം മത്സ്യബന്ധനം അവരുടെ മേൽ നിഷിദ്ധമാക്കി. എന്നാൽ അവർ ഉപായം പ്രയോഗിച്ചു. എന്താണ്? വെള്ളിയാഴ്ച ദിവസം തന്നെ അവരെന്ത് ചെയ്യും? വലയെറിഞ്ഞിട്ട് പോകും. അങ്ങനെ ശനിയാഴ്ച ദിവസങ്ങളിൽ അവർ മത്സ്യബന്ധനം നടത്തുകയില്ല. ഞായറാഴ്ച എന്ത് ചെയ്യും?
മത്സ്യം പിടിക്കും. ഇത് അവരുടെ ഉപായമാണ്, അത് നിഷിദ്ധമാക്കപ്പെട്ട കാര്യമാണ്. ഇത് ഏത് ഇടപാടുകളിലാണെങ്കിലും ഈ രീതിയിൽ ചെയ്യുന്നത് മുഖേന അത് നിഷിദ്ധമാണെന്നുള്ളതാണ്. ഉലമാക്കൾ പറയുന്നത് കാണാം, ലൗ അന്നൽ ഇൻസാന അതാലിൽ ഹറാമി മിൻ ബാബിഹി, ഒരു മനുഷ്യൻ ഒരു നിഷിദ്ധം, അത് നേരെ ഒരു നിഷിദ്ധമായ ഹറാമായ കാര്യം ചെയ്യുന്നു. അതാണ് ഉപായം പ്രയോഗിച്ചുകൊണ്ട് ഒരാൾ നിഷിദ്ധത്തിൽ ഏർപ്പെടുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിസ്സാരമായ കാര്യം നേരിട്ട് ഹറാം ചെയ്യുന്നതാണ്. എങ്ങനെയാണെങ്കിലും പാടില്ല, രണ്ടിനും ശിക്ഷയുണ്ട്. പക്ഷെ കൂടുതൽ ഗൗരവം ഏതാണ്? ഉപായത്തിലൂടെ അള്ളാഹുവിനെ കബളിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. ഉപായം കാണിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് അള്ളാഹു അറിയുന്നില്ല, ഞാൻ വലിയ മിടുക്കനായി കൊണ്ടെന്ത് ചെയ്യുന്നു, അള്ളാഹുവിനെ പറ്റിച്ചുകൊണ്ട് പണമുണ്ടാക്കുന്നു എന്നുള്ള ധാരണയാണ്. അതുകൊണ്ട് ഉപായം പ്രയോഗിച്ചുകൊണ്ട് ഹറാമായ സമ്പാദ്യം ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഹറാമിൽ ഏർപ്പെടുന്ന ആളുകളാണ് നേരിട്ടൊരു ഹറാം ചെയ്യുന്നതിനേക്കാളും കഠിനമായ ശിക്ഷ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. പലിശയുമായി ബന്ധപ്പെട്ട കച്ചവടത്തിന് ആളുകൾ പണയത്തിന് വീടെടുത്തതിൽ താമസിക്കും. നമ്മുടെ നാട്ടിൽ ഒറ്റ കൊടുക്കുക എന്നോ മറ്റാണ് പറയുക. അതായത് എന്ത് ചെയ്യുന്നു, ഒരാൾ മറ്റൊരാളോട് പണം കടം ചോദിക്കുന്നു. 10 ലക്ഷം രൂപ കടം വാങ്ങി. കടം ചോദിച്ചപ്പോൾ കടം കൊടുക്കുന്നയാൾ പറഞ്ഞു, കടം തരാം, പക്ഷേ നിന്റെ ഒഴിഞ്ഞു കിടക്കുന്ന വീട് എനിക്ക് എന്ത് ചെയ്യണം, പണയമായി തരണം. ഇത് ഇസ്ലാമിൽ അനുവദനീയമായ കാര്യമാണ്. ഒരാൾ കടം കൊടുത്താൽ എന്ത് ചെയ്യാം, എന്തെങ്കിലും ഒരു ഈടിന് വേണ്ടിയിട്ട്, വിശ്വസ്തതയ്ക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും വസ്തു വാങ്ങി വയ്ക്കാം. അവൻ്റെ വാഹനം, അല്ലെങ്കിൽ അവൻ്റെ വീട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വസ്തു നമുക്ക് ഈടിനായിട്ട് എന്ത് ചെയ്യാം, വാങ്ങി വയ്ക്കാം. അവൻ പണം തിരികെ തരുമ്പോൾ എന്ത് ചെയ്യാം, തിരികെ കൊടുക്കുക. ഇത് അനുവദനീയമായ പണയമിടപാടാണ്. എന്നാൽ ഇങ്ങനെ സ്വീകരിച്ചിരിക്കുന്നതായ വീട്ടിൽ ഇവന് താമസിക്കുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ്, അത് ഹറാമായ കാര്യമാണ്, പാടില്ലാത്തതാണ്. അങ്ങനെ സ്വീകരിച്ചിരിക്കുന്നതായ വാഹനം ഉപയോഗിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്, അത് ഹറാമാണ്, അത് പലിശയാണ്. അപ്പോൾ ചില ആളുകൾ, ചില പുരോഹിതന്മാർ ആളുകൾക്ക് ഉപായം പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് ഈ നിഷിദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഉപായമുണ്ട്. അതെന്താണ്? നിങ്ങൾ വീട്ടിൽ താമസിച്ചോ, എന്നിട്ട് വീടിൻ്റെ വാടക 500 രൂപ കൊടുത്താൽ മതി. 10,000 അല്ലെങ്കിൽ 15,000 വാടക കിട്ടുന്ന ഒരു വീടായിരിക്കും. നിങ്ങളിപ്പോൾ എന്താണ്, വീട്ടിൽ താമസിക്കുന്നത് വാടകയ്ക്കാണ്. രണ്ടും രണ്ട് കച്ചവടമായിട്ട് എന്ത് ചെയ്യുന്നു, ഉപായം പ്രയോഗിക്കുന്നു, അള്ളാഹുവിനെ പറ്റിക്കാൻ എന്ത് ചെയ്യുന്നു, ശ്രമിക്കുന്നു. ഇങ്ങനെ ഉപായം സ്വീകരിക്കുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ്. ആളുകൾ, മനുഷ്യരെ, ശൈത്വാനിന്റെ പണിയാണത്. ആളുകൾ നിഷിദ്ധത്തിൽ കൊണ്ടു ചാടിക്കാൻ അള്ളാഹു ഒരു കാര്യം നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. അതിന് ഉപായത്തിലൂടെ അനുവദനീയമാക്കാൻ വേണ്ടിയിട്ടുള്ള പണികൾ എടുക്കുന്നു. ഇത് പാടില്ലാത്തതാണ്. ഇത് ധാരാളം കാര്യങ്ങളിലുണ്ട്, ഇങ്ങനെ ഉപായം സ്വീകരിക്കല്. നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച ബൈഉ, എന്താണ്, അൽ ഈന, പേര് മാറ്റിക്കൊണ്ട് പലിശ നടത്തുന്ന പണിയാണ്. അത് നിഷിദ്ധമായ കാര്യമാണ്. അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ ഒരു കാര്യമുണ്ട്, നമ്മളൊരു ഖുതുബയിൽ സൂചിപ്പിച്ചതാണത്. അതായത് ഒരാൾ ഒരു കച്ചവടം ചെയ്താൽ ഖിയാറുൽ മജ്ലിസ് ഉണ്ട്. കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ ആ മജ്ലിസിൽ നിന്ന് ഇരുവരും പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് രണ്ടുപേർക്കും കച്ചവടം അസാധുവാക്കാൻ ഉള്ള അവകാശമുണ്ട്. അത് ഖിയാറുൽ മജ്ലിസ് എന്നാണ് പറയുക. വേറെയുമുണ്ട് കച്ചവടം അസാധുവാക്കാനുള്ളതായ മാർഗങ്ങൾ വേറെയുമുണ്ട്. ഇതിന് ഖിയാറുൽ മജ്ലിസ് എന്നാ പറയുക. അതായത് ഒരാൾ എന്ത് ചെയ്തു, ഒരു കച്ചവടം നടത്തി, വിൽക്കുന്നവനും വാങ്ങുന്നവനും കച്ചവടം നടത്തി കഴിഞ്ഞു, പണം കൈപ്പറ്റി, വസ്തു കൈമാറി എന്ന് കൂട്ടിക്കോ. എന്നാലും ഇരുവരും ആ മജ്ലിസിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഇരുവർക്കുമുള്ള അവകാശമാണെന്ത്, വാങ്ങിയവന് പറയാം എനിക്കിത് വേണ്ട, ഞാനിത് തിരികെ തരുന്നു, പണം തിരികെ വേണം. അല്ലെങ്കിൽ വിറ്റവന് പറയാം ഞാനിത് വിൽക്കുന്നില്ല, ഇന്ന പണം വസ്തു തിരികെ തരണം, പണം ഇന്ന്, അത് പറഞ്ഞ് തിരികെ. രണ്ടുപേർക്കും അവകാശമുണ്ട്. അപ്പൊ ഈ ഒരു അവകാശത്തെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലാതെയാക്കാൻ ഒരാൾ എന്ത് ചെയ്യുന്നു, ആ മജ്ലിസിൽ നിന്ന് മനഃപൂർവ്വം പെട്ടെന്ന് ചെയ്യുക, കച്ചവടം നടത്തി പിരിഞ്ഞു കളയുക. ഇത് പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് ഉപായം സ്വീകരിക്കലാണ്. അപ്പൊ ആളുകളുടെ ഇടയിൽ ഇങ്ങനെ വിദ്വേഷമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന ഏത് പണി കച്ചവടത്തിൽ ചെയ്യുന്നുവോ അത് നിഷിദ്ധമാണ്, പാടില്ല. ഈ രീതിയിൽ ഉപായം സ്വീകരിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്. അപ്പോൾ ഉപായത്തിലൂടെ നിഷിദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഏതൊരു ഏർപ്പാടുണ്ടോ അതെല്ലാം എന്താണ്,
നിഷിദ്ധമാണ്. ഇതാണ് രണ്ടാമത്തെ അസുല്. മൂന്നാമത്തെ അസുല്, ഏതൊരു ഇടപാടുകളാകട്ടെ അതിൽ അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്ന ഒരു പാപകാര്യം, കുറ്റകൃത്യം, തിന്മ, ഈ തിന്മയെ സഹായിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഇടപാടുകളാണ് നടത്തുന്നത് എങ്കിൽ അങ്ങനെയുള്ള എല്ലാ ഇടപാടുകളും എന്താണ്? നിഷിദ്ധമായതാണ്. ഏതൊരു ഇടപാടും ആ ഇടപാട് നടത്തുന്നത് മുഖേന ഒരു നിഷിദ്ധമാക്കപ്പെട്ട തിന്മയായി അറിയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യത്തെ സഹായിക്കുക എന്നുള്ളത് ആ ഇടപാടിലുണ്ട് എങ്കിൽ ആ ഇടപാട് നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ്. ഇതാണ് മൂന്നാമത് നിഷിദ്ധമാക്കപ്പെട്ട സമ്പാദ്യ മാർഗത്തെക്കുറിച്ച് അറിയാനുള്ളതായ മൂന്നാമത്തെ മാർഗം. അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വതആവനു അലൽ ബിർരി വത്തഖ്വ, നന്മയുടെ മേൽ തഖ്വയുടെ മേൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നവരായിരിക്കണം. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, തിന്മയുടെ മേൽ ശത്രുതയുടെ മേൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പാടില്ല. അതിക്രമങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുനിൽക്കാൻ പാടില്ല, സഹായിക്കാൻ പാടില്ല. വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടതുണ്ട്, അവൻ കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോ ഏതെങ്കിലും ഒരു ഇടപാട് നടത്തുന്നു, ഈ ഇടപാടിലൂടെ നിഷിദ്ധമാക്കപ്പെട്ട ഒരു കാര്യത്തെ സഹായിക്കുന്നത് ഉണ്ട് എങ്കിൽ ആ ഇടപാട് പാടില്ലാത്തതാണ്. ഉലമാക്കൾ അതിന് ധാരാളം ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഒരാള് പഴച്ചാറ് വിൽപ്പന നടത്തുന്നു, ജ്യൂസ് വിൽപ്പന നടത്തുന്നു. ഇത് വാങ്ങുന്നയാൾ അവനത് മദ്യമാക്കും എന്നിവന് ഉറപ്പാണ്. അല്ലെങ്കിൽ ഇവന്റെ മികച്ച ധാരണ അവനത് മദ്യമാക്കുമെന്നുള്ളതാണ്. എന്നാൽ അവന് പഴച്ചാറ് വരും കൊടുക്കാൻ പാടില്ല എന്നാണ്. അവന്റെ പണി ഇതാണ്, മദ്യമുണ്ടാക്കലാണ്. അങ്ങനെയാണെങ്കിൽ അത് വിൽക്കാൻ പാടില്ല. നമ്മുടെ ചില ആളുകൾ എന്ത് ചെയ്യും, തെങ്ങ് എന്ത് ചെയ്യും, മദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ചെത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ചില ആളുകൾ കാണാം. അത് പാടില്ലാത്തതാണ്. കാരണം അത് മുഖേന എന്ത് ചെയ്യും, നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നതായ കാര്യങ്ങൾ ആണ് അതുകൊണ്ട് ചെയ്യുന്നത്. നിഷിദ്ധത്തെ സഹായിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടത് പാടില്ലാത്തതാണ്. മുസ്ലിമീങ്ങൾ പരസ്പരം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി ഏറ്റുമുട്ടലുകളിലേക്ക് പോകുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ആയുധം വിൽപ്പന നടത്തുക അത് പാടില്ലാത്തതാണ്. കാരണം ഇവർ തമ്മിൽ എന്ത് ചെയ്യും, പരസ്പരം ആക്രമിക്കും, ആളുകൾ കൊല്ലപ്പെടും. അതുകൊണ്ട് അങ്ങനെയുള്ള ആയുധ കച്ചവടം അപ്പോൾ പാടില്ലാത്തതാണ്. വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ ഒരു കാര്യമാണ്. സാർവത്രികമായി ധാരാളം സ്ഥലങ്ങളിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ജുമുഅയുടെ വാങ്ക് വിളിച്ചാൽ വീണ്ടും കച്ചവടം നടത്തുക, ഷോപ്പുകൾ തുറന്നു വെച്ച് കച്ചവടം നടത്തുക. ഇത് പാടില്ലാത്ത കാര്യമാണ്, നിഷിദ്ധമായ കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, അല്ലയോ സത്യവിശ്വാസികളെ, ജുമുഅ ദിവസം നമസ്കാരത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാ, ഖുത്ബ ശ്രമിക്കാൻ വേണ്ടിയിട്ട് വേഗതയിൽ നിങ്ങൾ വരേണ്ടതുണ്ട്. വദറുൽ ബൈഅ, കച്ചവടത്തെ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്, മാറ്റിവെക്കേണ്ടതുണ്ട്. ദാലികും ഖൈറുൽ ലക്കും ലഅല്ലക്കും തഅലമൂൻ, നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ, വിവരമുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം എന്നുള്ള പറയാണ്. എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്. ഇത് ജുമുഅക്ക് ഖതീബ് മിമ്പറിൽ കയറാൻ വേണ്ടി കയറിയ ശേഷമുള്ളതായ ബാങ്കാണ് ഉദ്ദേശിക്കുന്നത്. ഈ ബാങ്ക് വിളിച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ ചെയ്യുന്ന കച്ചവടം സാധുവല്ല, അത് നിഷിദ്ധമായ കച്ചവടമാണെന്ന് മാത്രമല്ല ബാത്തിലായ കച്ചവടവുമാണ്. എന്ന് പറഞ്ഞാൽ ചില ഉലമാക്കൾ പറയുന്നുണ്ട് അത് നിഷിദ്ധം മാത്രമേ ഉള്ളൂ, കച്ചവടം എന്താവും, ശരിയാകും എന്ന് പറയുന്ന ഉലമാക്കളുണ്ട്. എന്നാൽ പ്രമുഖരായ മറ്റു പല പണ്ഡിതന്മാരും പറയുന്നത് ഹറാമാണെന്ന് മാത്രമല്ല ആ കച്ചവടം തന്നെ എന്താണ്, ബാത്തിലാണ് എന്നുള്ളതാണ്. അത് ഗുരുതരമായ കാര്യമാണ്. ജുമുഅക്ക് ഖുത്ബ ശ്രവിക്കുക എന്നുള്ളത് അനിവാര്യമായി ചെയ്യേണ്ട കാര്യമാണ്, നിർബന്ധമാണ് ഖുത്ബ ശ്രവിക്കുക എന്നുള്ളത്. സലഫുകൾ ഈ വിഷയത്തിൽ വലിയ ജാഗ്രത പാലിച്ചിരുന്നു. ചില ഉലമാക്കളുടെ ഗ്രന്ഥങ്ങളിൽ കാണാം, വെള്ളിയാഴ്ച ദിവസം സുബ്ഹ് ആയി കഴിഞ്ഞാൽ തന്നെ പള്ളികളിലേക്കുള്ള വഴികൾ തിങ്ങി നിറയുമായിരുന്നു. ആളുകൾ കൂട്ടം കൂട്ടമായി പള്ളികളിലേക്ക് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് മുസ്ലിമീങ്ങളുടെ പ്രതാപകാലത്ത് അവരുടെ രീതിയായിരുന്നു, ശൈലിയായിരുന്നു. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വളരെ വേഗതയിൽ പള്ളികളിലേക്ക് വരിക, എന്നിട്ട് ഇബാദാത്തുകളിൽ മുഴുകുക, നമസ്കാരം നിർവഹിക്കുക, ഖുർആൻ പാരായണം നിർവഹിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തായിരുന്നു മുൻഗാമികളുടെ ഇടയിൽ. പക്ഷേ അത് ഇല്ല എന്ന് മാത്രമല്ല, ബാങ്ക് വിളിച്ചാൽ തന്നെ പള്ളിയിലേക്ക് എത്താൻ പ്രയാസമുള്ള ആളുകളെ കാണുന്നു. ബാങ്ക് വിളിച്ചാൽ തന്നെ കച്ചവടം നടത്തുന്ന ആളുകളെയും കാണുന്നുണ്ട്. ഷേഖ് ഇമാം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം, ഇന്നൽ ബൈഅ ബഅദ നിദാഇൽ ജുമുഅത്തി സാനി ഹറാമുൻ.
ജുമുഅയുടെ രണ്ടാം ബാങ്ക് വിളിച്ചതിന് ശേഷമുള്ളതായ കച്ചവടം നിഷിദ്ധമാണ്. വബാത്തിലുൻ ഐളൻ എന്നല്ല, അത് ബാത്തിലുമാണ്, ആ കച്ചവടം സാധുവായിട്ടില്ല. അതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ കച്ചവടം നടത്തിയാൽ കച്ചവടത്തിന്റെ ഫലം അത് മുഖേന ലഭിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഫലാ യജൂസു ലിൽ മുഷ്തരി അത്തസറുഫു ഫിൽ മബീഅ. ഒരാൾ എന്തെങ്കിലും സാധനം വാങ്ങി കൂട്ടിക്കോ, ആ വാങ്ങിയ സാധനം ഉപയോഗിക്കാൻ അവനക്ക് അനുവദനീയമല്ല. ലിഅന്നഹു ലം യംലികുഹു, കാരണം എന്ത് ചെയ്തിട്ടില്ല, അവൻ അതിനെ ഉടമപ്പെടുത്തിയിട്ടില്ല ശരിയായ മാർഗത്തിൽ. അതേപോലെ വലാലിൽ ബാഇഇ അൻ യതസറഫ ഫി സമനിൽ മുഅയ്യൻ, വിറ്റയാൾക്ക് അത് മുഖേന ലഭിച്ചിരിക്കുന്നതായ പണം ഉപയോഗിക്കാനും അവൻ അനുവാദമില്ല. ലിഅന്നഹു ലം യംലികുഹു, കാരണം അവൻ എന്ത് ചെയ്തിട്ടില്ല, ശരിയായ രീതിയിൽ ഉടമപ്പെടുത്തിയതല്ല, ആ കച്ചവടം അവിടെ നടന്നിട്ടില്ല. അതുകൊണ്ട് വഹാദിഹി മസ്അലത്തുൻ ഖതീറ, ഇത് വളരെ ഗുരുതരമായ അപകടം പിടിച്ചിരിക്കുന്ന ഒരു മസലയാണ്. അതുകൊണ്ട് നല്ല ജാഗ്രത എന്ത് ചെയ്യേണ്ടതുണ്ട്, പാലിക്കേണ്ടതുണ്ട്. ജുമുഅ ദിവസം ബാങ്ക് വിളിച്ചാൽ പിന്നെ കച്ചവടം ചെയ്യാൻ പാടില്ല, അതിന് സഹായിക്കുക എന്നുള്ളതും പാടില്ലാത്തതാണ്. അതിന് സഹായകരമായ മാർഗങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതും പാടില്ലാത്തതായ കാര്യമാണ്. അപ്പൊ ഏതൊരു നിഷിദ്ധമായ കാര്യത്തിന് സഹായകരമാകുന്നു, അതാണ് പറഞ്ഞത്, സഹായകരമാകുന്നുവോ ആ കച്ചവടം എന്താണ്, പാടില്ലാത്തതാണ്. അതേപോലെ തന്നെയാണ് ശിർക്ക് ചെയ്യുന്ന, കുഫ്ർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രത്യേകമായ ചില ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും. ശിർക്കിന്റെയും കുഫറിന്റെയും ആളുകൾ പ്രത്യേകമായി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ, അത് വിൽപ്പന നടത്തുക എന്നുള്ളത് ശിർക്കിനെ സഹായിക്കലാണ്, കുഫറിനെ സഹായിക്കലാണ്, അല്ലെങ്കിൽ ബിദ്അത്തുകളെ സഹായിക്കലാണ്. അതുകൊണ്ട് ആ കച്ചവടം നിഷിദ്ധമായി തീരും. കാരണം അത് പാപത്തിൽ പരസ്പരം സഹകരിക്കലാണ്. ഒരാളുടെ ഷോപ്പ് വാടകയ്ക്ക് കൊടുക്കുന്നു, അവിടെ നടക്കുന്നത് ഹറാമുകളാണ്, നിഷിദ്ധങ്ങളാണ്, പലിശ ഇടപാടുകളാണ്, പലിശ സ്ഥാപനത്തിലാണ് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ മദ്യം വിൽക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ സിഗരറ്റ് വിൽക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ വ്യഭിചാരശാലയ്ക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഏത് മാർഗമാകട്ടെ, നിഷിദ്ധങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഒരാൾ തന്റെ സ്ഥാപനം വാടകയ്ക്ക് കൊടുത്തോ, അത് പാടില്ലാത്തതാണ്, നിഷിദ്ധമാണ്, ഹറാമാണ്. ഈ പറയുന്ന കച്ചവടങ്ങളുടെ ഹുക്ം വേറെയാണ്, അത് അടുത്ത അസലുകളിൽ ഇൻഷാ അല്ലാഹ് വരും. ഇതിന് സഹായം ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഇങ്ങനെയുള്ളതായ ഇടപാടുകൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്നത് എന്താണ്, അത് തന്നെ നിഷിദ്ധമാണ്. സിഗരറ്റ് വിൽക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഷോപ്പ് കൊടുക്കുന്ന നിഷിദ്ധം തന്നെയാണ്, കാരണം സിഗരറ്റ് വലിക്കൽ നിഷിദ്ധമാണ് എന്നുള്ളത് കൊണ്ട് ഇത് പല ആളുകളും വളരെ നിസ്സാരമായിട്ടാണ് എടുത്തിരിക്കുന്നത്. സിഗരറ്റ് ഷോപ്പിൽ ഉണ്ടെങ്കിലേ മറ്റുള്ള കച്ചവടം നടക്കുകയുള്ളൂ എന്നാണ് ആളുകൾ പറയുക. എത്ര മൗഢ്യമായ ഒരു ചിന്തയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് ഈ വിശ്വാസികളെ ഈ വിഷയത്തിൽ. ആരൊരുത്തൻ അള്ളാഹുവിന് വേണ്ടി മൻ തറക ശൈഅൻ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ഒരു കാര്യത്തെ, ഒരു നിഷിദ്ധത്തെ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ അവ്വലഹുല്ലാഹു ബിഹി ഖൈറൻ മിൻഹാ, അള്ളാഹു അതിനേക്കാൾ നല്ലത് അവന് പകരം കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ബീഡി വിറ്റില്ല എന്നുള്ളത് കൊണ്ട്, സിഗരറ്റ് വിറ്റില്ല എന്നുകൊണ്ട് നിങ്ങളെ അള്ളാഹു പട്ടിണിയിലാക്കുകയില്ല. അതിന് അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറായാൽ അതിനേക്കാൾ വലിയ ബർക്കത്ത് അല്ലാഹു ചെയ്യും, നിങ്ങൾ കച്ചവടത്തിൽ നൽകും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ വിശ്വസിക്കേണ്ടവരാണ് വിശ്വാസികൾ. അപ്പൊ ഇങ്ങനെയുള്ളതായ സഹായകരമായ കാര്യങ്ങൾ ചെയ്യൽ, ശിർക്ക് പ്രചരിപ്പിക്കുന്ന, ബിദ്അത്ത് പ്രചരിപ്പിക്കുന്ന, അല്ലെങ്കിൽ അശ്ലീലങ്ങൾ പ്രചരിപ്പിക്കുന്ന പത്രമാധ്യമങ്ങൾ വിൽക്കുക, മാഗസിനുകൾ വിൽക്കുക, ഇത് പാടില്ലാത്തതാണ്, നിഷിദ്ധമാണ്. അശ്ലീലങ്ങൾ വിൽക്കുന്ന മാധ്യമങ്ങൾ, പത്രങ്ങൾ, ഹറാമുകൾക്ക് പ്രോത്സാഹനം നൽകുന്ന കാര്യങ്ങൾ, ഇത് വിൽപ്പന നടത്തുക എന്നുള്ളത് പാടില്ല, നിഷിദ്ധമായ കാര്യമാണ്. ചില ആളുകൾ വലിയ പുണ്യകരമായിട്ടാണ് അതിലേക്ക് പണം കൊടുക്കുക, ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ പുണ്യം കിട്ടും എന്ന് പറഞ്ഞിട്ട് അശ്ലീലങ്ങളും ഹറാമുകളും പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾ എന്തുവാകട്ടെ, മാഗസിനുകളാകട്ടെ, പത്രങ്ങളാകട്ടെ, ഇസ്ലാം കണിശമായിട്ട് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, വിലക്കുന്നുണ്ട്. പ്രത്യേകിച്ചും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുക. നിങ്ങൾക്കറിയാൻ സാധിക്കും, ചില രാജ്യങ്ങളിൽ പത്രങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ നമ്മുടെ നാടുകളിലുള്ളതുപോലെ അശ്ലീലങ്ങൾ കാണുകയില്ല. അത് കൃത്യമായിട്ട് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം പരിശുദ്ധ ഖുർആൻ ഈ വിശ്വാസികളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശിഅൽ ഫാഹിഷ, ഫാഹിഷത്ത് പ്രചരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, മ്ലേച്ഛ കാര്യങ്ങൾ സമൂഹത്തിൽ വ്യാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, മ്ലേച്ഛ കാര്യങ്ങൾ ചെയ്യുന്നവരെ കുറിച്ചല്ല പറയണത്, അതിനെ പ്രചരിപ്പിക്കുക. ഒരാൾ ഒരു തിന്മ ചെയ്തു, അതെല്ലാവരും ഇതിന് പറഞ്ഞടക്കുക, അവൻ ഇന്ന പണി ചെയ്തിട്ടുണ്ട് എന്നെങ്കിൽ എല്ലാവരും പ്രചരിപ്പിക്കുക. ഇങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ച ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഉന്നയിച്ചവരെ കുറിച്ചല്ല, അതിനെ ആഗ്രഹിക്കുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്.
സമൂഹത്തിൽ തിന്മകൾ വ്യാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ഫില്ലദീന ആമനു, വിശ്വാസികളായ ആളുകളുടെ ഇടയിൽ, ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ, അവർക്ക് ദുനിയാവിലുമുണ്ട് ശിക്ഷ, ആഖിറത്തിലുമുണ്ട്, കഠിനമായ ശിക്ഷയുണ്ട്. വല്ലാഹു യഅലമു അൻതും ലാ തഅലമൂൻ, അല്ലാഹു അറിയുന്നവനാണ് യഥാവിധം, നിങ്ങൾ അതിനെക്കുറിച്ച്, അതിന്റെ ഗൗരവത്തെക്കുറിച്ച് എന്തില്ല, അറിയുന്നില്ല. നമ്മുടെ മാധ്യമങ്ങളും പുസ്തകങ്ങളും പലതും എടുത്തു നോക്കി എന്താണ് അവസ്ഥ? അശ്ലീലങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ തെറ്റായ വാർത്തകൾ. ഇനി ശരിയായ വാർത്തയാണെന്ന് കൂട്ടിക്കോ, അതിന്റെ വിശദാംശങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അത് ആളുകളുടെ മനസ്സിൽ രോഗമുണ്ടാക്കുന്ന കാര്യമാണ്. തിന്മയെക്കുറിച്ച് ചിന്തിക്കാത്ത ആളുകൾ പോലും തിന്മയിലേക്ക് എത്തിപ്പെടാൻ പാകത്തിനാണ് പല തിന്മയായ മോശപ്പെട്ട വാർത്തകളും ആളുകൾ എന്ത് ചെയ്യുക, പ്രചരിപ്പിക്കുക. എന്നിട്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾക്ക് സ്വതക്ക കൊടുക്കുന്നവരെയും പുണ്യകരമാണ് എന്ന് പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. നഊദു ബില്ലാഹ്. എത്ര വിചിത്രമാണ്! അപ്പോൾ തിന്മകൾ പ്രചരിപ്പിക്കുന്ന ഏത് കാര്യമാകട്ടെ അതിനെ സഹായിക്കുക എന്നുള്ളത് ഈ ഗണത്തിൽപ്പെടും. അത് പാടില്ലാത്തതാണ്. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയോടെ ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. നിഷിദ്ധമായ സമ്പാദ്യ മാർഗങ്ങളെക്കുറിച്ച് അറിയാനുള്ള ചില അസുലുകളാണ് പറഞ്ഞത്. 3 അസുലുകളെ കുറിച്ച് പറഞ്ഞു, അടിസ്ഥാനങ്ങളെക്കുറിച്ച്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള അടിസ്ഥാനങ്ങൾ ശേഷം വരുന്ന ഖുതുബകളിൽ വിശദീകരിക്കും. സാന്ദർഭികമായി ഒരു കാര്യം ഉണർത്തുകയാണ്. നമുക്കറിയാം, നമ്മൾ ശഅബാൻ മാസം ആരംഭിച്ചിരിക്കുന്നു. റമദാൻ അടുത്ത മാസമാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ശഅബാൻ മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, സ്വഹാബികൾ, സലഫുകൾ വളരെ ശ്രദ്ധയോടെ ഇബാദാത്തുകൾ ചെയ്തൊരു മാസമാണ്. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, താങ്കൾ ശഅബാനിൽ ധാരാളം നോമ്പനുഷ്ഠിക്കുന്നു, മറ്റ് മാസങ്ങളിൽ താങ്കൾ ഇങ്ങനെ നോമ്പനുഷ്ഠിക്കുന്നത് കാണുന്നില്ല, എന്താണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് റജബിനും റമദാനിനും ഇടയിൽ ആളുകൾ അശ്രദ്ധമാകുന്ന മാസമാണ്. റജബ് പവിത്രമായ മാസമാണ്. പവിത്രമായ മാസങ്ങളിൽ തിന്മ ചെയ്യുന്നതും മറ്റും കഠിനമായ പാപമാണ്, ഖുർആൻ വിലക്കുന്നുണ്ട്. അതുകൊണ്ട് ആളുകൾ ശ്രദ്ധിക്കും. റമദാൻ പരിശുദ്ധമാണ്, അതിൽ ഇബാദാത്തിൽ മുഖരിതമാകുന്ന മാസമാണ്, അതുകൊണ്ടും ശ്രദ്ധയുണ്ടാകും. പക്ഷെ അതിനിടയിൽ ഈ ശഅബാൻ മാസം ആളുകൾ അശ്രദ്ധമായി ജീവിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാരണം പറഞ്ഞത്. ജനങ്ങൾ അശ്രദ്ധമായിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന ഇബാദത്ത് വളരെ പുണ്യകരമാണ്. അതുകൊണ്ടാണ് രാത്രിയിൽ ആളുകൾ കിടന്നുറങ്ങുമ്പോൾ ജൗഫുൽ ലൈലിൽ ഉണർന്നെഴുന്നേറ്റ് നമസ്കരിക്കുന്നത് വളരെ പുണ്യകരമാണ്. ശ്രേഷ്ഠത കൂടുതലാണ് അതിന്. കാരണം ആളുകളെല്ലാം അശ്രദ്ധരാണ് എന്നുള്ള കാരണത്താൽ. അതുകൊണ്ട് ഈ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം നോമ്പനുഷ്ഠിക്കുന്നു. മാത്രമല്ല, വാർഷികമായി അടിമകളുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് ശഅബാൻ മാസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ അമലുകൾ ഞാൻ നോമ്പുകാരനായിരിക്കെ ഉയർത്തപ്പെടാൻ ഞാൻ എന്ത് ചെയ്യുന്നു, ആഗ്രഹിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ശഅബാനിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം നോമ്പനുഷ്ഠിക്കുമായിരുന്നു. അടിമകളുടെ അമലുകൾ ഓരോ ദിവസവും ഉയർത്തപ്പെടുന്നുണ്ട്, ഓരോ ആഴ്ചകളിലും പ്രത്യേകം ഉയർത്തപ്പെടുന്നുണ്ട്. അതേപോലെ വാർഷികമായി ഉയർത്തപ്പെടും. ഇത് ശഅബാൻ മാസത്തിലാണ് എന്നുള്ളതിനാലാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശഅബാൻ മാസം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞത്, നമ്മൾ നമസ്കാരങ്ങൾക്ക് മുമ്പിലും പിന്നിലും റവാത്തിബുകൾ നമസ്കരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുക? അത് ഫർളായ കർമ്മത്തിന്റെ ന്യൂനതകൾ പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്, അത് സമ്പൂർണ്ണമാകാൻ വേണ്ടിയിട്ടാണ്. ഫർളുകൾ നിർവഹിക്കൽ നിർബന്ധമാണ്, അതിൽ പോരായ്മകൾ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അതിന് പരിഹരിക്കാൻ റവാത്തിബുകൾ. അതേപോലെയാണ് ശഅബാനിലുള്ള നോമ്പും ശേഷം ഷവ്വാലിലുള്ള നോമ്പും റവാത്തിബുകൾക്ക് തുല്യമാണ് എന്ന് ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ധാരാളം ഖുർആൻ പാരായണം ചെയ്യുക. പരിശുദ്ധ റമദാനിൽ ധാരാളം ഖുർആൻ പാരായണം ചെയ്യും. പക്ഷെ അതിലേക്ക് ഒരു മുന്നൊരുക്കം എന്നുള്ള നിലയിൽ സലഫുകൾ ധാരാളമായി, ഇമാം സലമത്ത് ബിൻ കുഹൈൽ റഹിമഹുല്ലാഹ് ഷഹ്റുൽ ഖുർആ എന്നാണ് ശഅബാൻ മാസത്തെ വിശേഷിപ്പിച്ചത്.
ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ മാസം. അംർ ബിൻ ഖൈസ് റഹിമഹുല്ല തന്റെ ഷോപ്പ് അടച്ചിടുമായിരുന്നു ഷാബാനായാൽ, എന്നിട്ട് ഖുർആൻ എടുത്ത് വെച്ച് ഊതുമായിരുന്നു എന്ന് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ ധാരാളം സലഫുകളിൽ നിന്ന് ഈ മാസത്തിൽ ധാരാളം ഖുർആൻ പാരായണം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, കഴിഞ്ഞ റമദാനുകളിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഉള്ള ആളുകൾ ഉണ്ടാകാം. അവർ അടുത്ത റമദാനിന് മുമ്പ് അത് പിടിച്ചുവിടുക എന്നുള്ളത് അനിവാര്യമാണ്. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ അക്കാര്യത്തിൽ പ്രത്യേകം ഉദ്ധരിക്കുന്ന ഹദീസുകളുണ്ട്. അപ്പോൾ കഴിഞ്ഞ റമദാനുകളിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകളുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഈ മാസത്തിൽ തന്നെ എന്ത് ചെയ്യണം, അത് പിടിച്ചുവിടാൻ ശ്രദ്ധിക്കണമെന്നും ഉണർത്തുകയാണ്. അല്ലാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു നമ്മളുടെ രോഗികൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا اغفر لنا ولوالدينا كما ربونا صغارا وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين.